കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലയേറിയതുമായ ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രഭാതങ്ങളിൽ ലഭിക്കപ്പെട്ട നല്ല നല്ല സന്ദേശങ്ങളുടെ ഒരാകത്തുക ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കട്ടെ. കഴിഞ്ഞ ഓരോ ദിവസങ്ങളും നിങ്ങൾ നൽകിയ പ്രോത്സാഹനങ്ങൾ വളരെ വലിയതും വിശാലവുമായതുമാണ്. ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയ എല്ലാവിധമായ സപ്പോർട്ടുകളും അത് ഈ പ്രഭാത ചിന്തയ്ക്കെന്നും പ്രചോദനമാണ്. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഒന്നിടവിട്ടുള്ള പ്രഭാത ചിന്തകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പലവിധമായ തിരക്കുകൾ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും ചെയ്യുവാൻ കഴിയുന്നില്ല. എങ്കിലും ഈ പ്രഭാതത്തിൽ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ അടുക്കൽ എത്തിക്കുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ ആരംഭിച്ച ഒരു വിഷയം ദൈവസഭയ്ക്ക് അകത്ത് പ്രസംഗിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് നാം കേൾക്കുകയും നാം പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമ സഭയിലെ പ്രധാന പ്രസംഗ വിഷയങ്ങൾ, അതിലൊന്ന് നാം കേട്ടത് സദ്വർത്തമാനം, ഗുഡ് ടൈഡിങ് അഥവാ ഗുഡ് ന്യൂസ് ആയിരിക്കണം എന്ന് നാം കേട്ടു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നടത്തിയത് നമ്മൾ പ്രസംഗിക്കേണ്ട വിഷയം ദൈവത്തിൻ്റെ വചനമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ ആ ഒരു പ്രസക്തി പലയിടങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു വിടുതലിൽ കൂടെയാണ്, അത്ഭുതം കണ്ടാണ് ഒരാൾ വിശ്വാസത്തിലേക്ക് വരുന്നതെങ്കിൽ അടുത്ത ഒരു വിടുതൽ കാണുന്നില്ലെങ്കിൽ, ഒരത്ഭുതം കാണുന്നില്ലെങ്കിൽ അവർ തിരിച്ച് വന്നതിലേക്ക് പോകാൻ സാധ്യതയേറെയാണ്. ഒരു പ്രവചനം കേട്ടാണ് അവർ വരുന്നതെങ്കിൽ അടുത്ത പ്രവചനം ശരിയായില്ലെങ്കിൽ അവർ തിരിച്ച് അവരുടെ ഇടയിലേക്ക് വന്ന വഴിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനം കേട്ട് ശരിയായ നിലയിൽ മാനസാന്തരപ്പെട്ട് വരുന്ന ഒരു വ്യക്തി ഇനി ഏത് വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും അവർ ഒരിക്കലും പിന്മാറുകയില്ല. കാരണം നമുക്കറിയാം, 2 പേര് വീട് പണിത വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതിൽ പാറമേൽ പണിതവൻ എങ്ങനെയാണ് പണിതത്? അവൻ ആഴെ കുഴിച്ചു എന്നാണ്. ഒരു പാറമേൽ ആഴെ കുഴിക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമേറിയ പ്രയാസമേറിയ ഒന്നാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുകയും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ വേരൂന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം, അവനെതിരെ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, കാറ്റടിക്കട്ടെ, കോളടിക്കട്ടെ, തിരമാലകൾ ആ വീടിന് മുകളിൽ പൊങ്ങട്ടെ, പെയ്മാരികൾ പെയ്യട്ടെ, എന്നാൽ ആ വീട് നിലംപരിചയാകുവാൻ ദൈവം അനുവദിക്കില്ല. കാരണം അത്രയ്ക്കും ആഴയാണ് അവൻ കുഴിച്ചു വച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം, ഉൾനട്ട ദൈവത്തിൻ്റെ വചനം എന്ന വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഉൾനട്ട ദൈവത്തിൻ്റെ വചനമകത്തുള്ളവന് അവനൊരിക്കലും ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിലേക്ക് പോകില്ല. അവനൊരിക്കലും വഴുതി വീഴാൻ ദൈവം അനുവദിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ധാരാളം പ്രാധാന്യതകളുണ്ട്. വേദപുസ്തകത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു,
ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ്. വേദപുസ്തകത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്, ഇന്ന് നാം കാണുന്ന അത്ഭുതങ്ങളും പ്രവചനങ്ങളും ഭാഷാവരങ്ങളും ഒക്കെ നിന്നു പോകും എന്നാണ്. എന്നാൽ നിന്നു പോകാത്ത ഒന്നിനെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നെങ്കിൽ അത് ദൈവവചനമാണ്. ദൈവവചനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അതെന്നേക്കും നിലനിൽക്കുന്നു എന്നാണ്. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റം ഇല്ല എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവവചനം നാം പ്രസംഗിക്കാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യത കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ വേണം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയുള്ള അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഏറെ പ്രസക്തിയുണ്ട്. നമുക്ക് സുവിശേഷ ഭാഗത്തിലേക്ക് വരാം. യേശുക്രിസ്തു ധാരാളം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അത്ഭുതങ്ങൾ ചെയ്തതിന് മുൻപ് എന്താ കർത്താവ് ചെയ്തിട്ടുള്ളത്? ജനത്തെ ഉപദേശിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ജനത്തെ ഉപദേശിക്കുക, ശേഷം അത്ഭുതം ചെയ്യുക. അങ്ങനെയുള്ള അത്ഭുതങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഇന്ന് കാണിക്കുന്ന പല അത്ഭുതങ്ങളും നമ്മളുടെ പേരുകൾ സ്വയം ഉയർത്തേണ്ടതിനും നമ്മുടെ ഫോട്ടോകൾ ഫ്ലക്സിൽ വലിയതായി വരേണ്ടതിനുമൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല. നാം ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ നമ്മളെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹവും ദൈവിക നന്മയും കരുതലും തരുവാൻ ദൈവം വിശ്വസ്തനാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. നന്മകളെ കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.